CPM കാട്ടാക്കട ഏരിയ കമ്മിറ്റി ഓഫീസ് ആക്രമണത്തിൽ 4 STPI പ്രവർത്തകർ അറസ്റ്റിൽ. ഇന്നലെയാണ് ആക്രമണം നടന്നത്. വിജിൻ വായന്തോട് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിജിൻ, നിലവിൽ ആരൊക്കെയാണ് അറസ്റ്റിലായത്? ഇവർക്ക് ഈ ആക്രമണവുമായുള്ള പങ്ക് എങ്ങനെയാണ്? എന്തായാലും കാട്ടാക്കട ഏരിയ കമ്മിറ്റി ഓഫീസിന് ഇന്നലെ രാത്രി 9:30 അവിടത്തേക്ക് എത്തിയ അക്രമം നടത്തിയത്. STPI പ്രവർത്തകരാണ്. വാളും അതുപോലെ തന്നെ മാരകായുധങ്ങളും ഒക്കെയായി എത്തി അക്രമം നടത്തുകയും കാട്ടാക്കട ഏരിയ സെക്രട്ടറി K. ഗിരി ഉൾപ്പെടെ ഓഫീസിലുള്ള സമയത്തായിരുന്നു അക്രമം നടന്നത്. ഇത് ചോദ്യം ചെയ്ത DYFI പ്രവർത്തകരെ ഉൾപ്പെടെ മാരകമായി ആക്രമിക്കുകയായിരുന്നു. എന്തായാലും 5 DYFI പ്രവർത്തകർക്ക് 6 DYFI പ്രവർത്തകരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. ഒപ്പം തന്നെ 5 STPI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. മഹേഷ്, ശരത്ത്, അനു, രാഹുൽ തുടങ്ങിയ DYFI പ്രവർത്തകരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. ഒപ്പം STPI പ്രവർത്തകരെ അപ്പോൾ തന്നെ പോലീസ് കസ്റ്റഡിയെടുത്തവരിൽ മുനീർ, അമീർ, അല്ലമീൻ, നിഷാദ് എന്നിവരാണ്. കൂടുതൽ ആളുകളെ കൂടി കസ്റ്റഡിയിൽ എടുക്കും എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇവർക്കെതിരായിട്ടുള്ള അന്വേഷണം വ്യാപകമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ശക്തമായ പ്രതിഷേധമാണ് കാട്ടാക്കടയിൽ നടന്ന CPM ഓഫീസിന് നേരെ നടന്ന ആക്രമണത്തിനെതിരെ ഉണ്ടാകുന്നത്. ഇന്ന് മന്ത്രി വി ശിവൻകുട്ടി അല്പസമയം മുമ്പാണ് കാട്ടാക്കട ആക്രമണം നടന്ന പാർട്ടി ഓഫീസ് സന്ദർശിച്ചത്. എന്തായാലും ഇത്തരത്തിൽ ഒരു പ്രകോപനവുമില്ലാതെ 20ഓളം വരുന്ന STPI പ്രവർത്തകർ മാരകായുധങ്ങളുമായി, വാൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായി CPM ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തുകയും തുടർന്ന് അവിടെ അക്രമം നടത്തുകയുമായിരുന്നു. ജനൽ ചില്ലുകളും ഒപ്പം തന്നെ അലമാരകളും മേശകളും ഒക്കെ തകർന്നിട്ടുണ്ട്. ഈ അക്രമത്തിൽ ശക്തമായ പ്രതിഷേധം തന്നെയാണ് DYFIയുടെയും അതുപോലെ തന്നെ CPIഎമ്മിൻ്റെയും ഭാഗത്തു നിന്ന് കാട്ടാക്കട മേഖലയിലും അതുപോലെ തന്നെ ജില്ലയിൽ മുഴുവനായും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ശക്തമായ പ്രതിഷേധം തുടരുമെന്ന് ഏരിയ സെക്രട്ടറിയും അതുപോലെ തന്നെ അല്പസമയം മുമ്പ് അവിടെ എത്തിയ മന്ത്രി വി ശിവൻകുട്ടിയും വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും ഈ നേരത്തെ ഉണ്ടായിരുന്ന ഒരു വധശ്രമ കേസ് പ്രതി ഒരു ഗ്രൗണ്ടിൽ കളിക്കാൻ എത്തിയതുമായി ബന്ധപ്പെട്ട് അവർ ഈ കളി നടക്കുന്ന സമയത്ത് തന്നെ DYFI പ്രവർത്തകർ ഇക്കാര്യം പോലീസിനെ അറിയിച്ചു. ഇതിനുള്ള പ്രകോപനമാണ് അത്തരത്തിൽ അക്രമത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും മാരകമായ ആയുധങ്ങളുമായി എത്തിയാണ് DYFI അതുപോലെ തന്നെ CPM പ്രവർത്തകർക്ക് നേരെ STPI പ്രവർത്തകർ അക്രമം അഴിച്ചുവിട്ടത്. ആര്യ, തീർച്ചയായും CPM കാട്ടാക്കട ഏരിയ കമ്മിറ്റി ഓഫീസ് ആക്രമണത്തിൽ 4 STPI പ്രവർത്തകർ അറസ്റ്റിലായിരിക്കുകയാണ്. ഇന്നലെയാണ് ഇത്തരത്തിൽ ആക്രമണം നടന്നത്. സംഭവത്തിൽ 4 പേരെ രാത്രിയിൽ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. 20ഓളം പേരടങ്ങുന്ന സംഘമാണ് ഇത്തരത്തിൽ വാളുമായിട്ടുള്ള ക്രൂരമായ ആക്രമണം നടത്തിയത്. വിവരങ്ങൾ നൽകുകയായിരുന്നു വിജിൻ വായന്തോട്. ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ STPIയുടെ 4 പേരെ അറസ്റ്റ് ചെയ്തു. പക്ഷെ കൂടുതൽ പ്രതികളുണ്ട്. ഇതിൻ്റെ ആസൂത്രണം നടത്തിയ പാർട്ടി ഓഫീസ് ആക്രമിക്കാൻ വേണ്ടി ആസൂത്രണം നടത്തിയവർ മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ശക്തമായ പ്രതിഷേധമാണ് CPMൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ തലങ്ങളിലും നടത്തുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത്.